മക്കളെ ജനിപ്പിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തി സമൂഹത്തെ അല്പം മെച്ചപ്പെടുത്തി പോകേണ്ടതാണ് ആൺപെൺ ബന്ധത്തിന്റെ ലക്ഷ്യം. ഭാര്യ കരയിൽ ഒന്ന് പേടിച്ചു പോയാൽ കടലിൽ ഭർത്താവ് മരിക്കും. അല്ലെങ്കിൽ ആണും ജീവിക്കാം, പെണ്ണും ജീവിക്കാം. സൈക്കോളജിക്കലി അവർക്കൊക്കെ ആയിരിക്കാം. തേർഡ് പാർട്ടി നോക്കുമ്പോൾ നമുക്ക് തോന്നും അറേഞ്ച് മാരേജുകളേക്കാൾ കൂടുതൽ ഇഷ്യൂ ഉണ്ടായത് ലവ് മാരേജിലാണ്. ലവ് മാരേജിൽ ഒരു വികാരത്തിന് പ്രധാന റോളുണ്ട്. വിവേകത്തെക്കാൾ ഉപരി വികാരത്തിന് റോളുണ്ട്. എനിക്ക് ഈ പുരുഷൻ മാത്രം, വേറെ ബന്ധമോ മതവും പോലും നോക്കണമെന്നില്ല. അപ്പം ഏത് സ്റ്റാറ്റസിലാണെങ്കിലും വീട്ടിൽ ഭർത്താവാണ് കേൾക്കാൻ സമയം. പണ്ട് സ്ത്രീകൾ അതുപോലെ വരുമാനം കുറവായിരുന്നല്ലോ, അവർക്കൊന്ന് കൂടിയപ്പോഴത്തേന് അവർക്ക് എന്തിനാ വിധേയത്വത്തിൽ നിൽക്കുന്നത്? അവഹേളിക്കുന്നു. അത് എനിക്കിഷ്ടമില്ല ഏത് മതത്തിൻ്റെയും വിശ്വാസങ്ങളെ. പക്ഷെ വിമർശിക്കാം. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയക്കാരനൊക്കെ ആവണമെന്നുണ്ടായിരുന്നു. അന്ന് ഉൾട്ടേതായിരുന്നല്ലോ. ഇടതുപക്ഷത്തോട് ഇഷ്ടമാണെങ്കിലും അവരുടെ നേതൃത്വത്തിൽ പലരോടും ഇഷ്ടക്കേടുണ്ട്. സിനിമാതാരവും ഞാനും തന്നെ വലിയ വ്യത്യാസം. അവരറിയുന്ന പോലെ തന്നെ എന്നെ എല്ലാവരും അറിയും. അപ്പം അവര് അവരുടേതായ പണമൊക്കെ മേടിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നു. ഞാൻ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു പോകുന്നുള്ളൂ. വേടന്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ള പാട്ടുകളാണ്. വരികളൊക്കെ ഭയങ്കര സ്ട്രൈക്കിംഗ് അല്ല. അതിനകത്ത് സംഗീതം ഇല്ലല്ലോ. അസത്യങ്ങളുടെ മറനീക്കി കാണിക്കാത്ത ശ്രേഷ്ഠന്മാരെ നിങ്ങൾ ഓടി ഒളിച്ചുകൊള്ളുവിൻ. സിനിമാത്തേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാതി മത വ്യത്യാസമില്ലാതെ മലയാളികൾക്ക് ഈ അച്ഛനെ അറിയാം. കുടുംബ ബന്ധങ്ങളെപ്പറ്റി നമ്മളെ ശകാരിക്കുകയും നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ അഥവാ കാപ്പിപ്പൊടി അച്ഛൻ. അച്ഛാ നമസ്കാരം. നമസ്കാരം. അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അഞ്ചൽ കത്തോലിക്ക പള്ളിയിൽ പ്രസംഗത്തിനായി അച്ഛൻ വരുമ്പോഴാണ്. വളരെ ഗൗരവമാർന്ന കാര്യങ്ങൾ അച്ഛൻ ഹാസ്യരൂപേണയാണ് അവതരിപ്പിച്ചത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം കുടുംബം, കൂടാത്തപ്പോൾ ഭൂകമ്പം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇന്നും ഓർത്തിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അച്ഛൻ്റെ ഹ്യൂമർ നിറഞ്ഞിട്ടുള്ള ആ പ്രസംഗമായിരുന്നു. എങ്ങനെയാണ് ഈ ഗൗരവമായ കാര്യങ്ങൾ ഈ ഹ്യൂമറായിട്ടുള്ള രീതിയിൽ അച്ഛൻ അവതരിപ്പിക്കാൻ കഴിയുന്നത്? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നല്ല പ്രസംഗം പറയുന്നവരെ കണ്ടിട്ടുണ്ട്. ഒന്ന് ക്രിസ്തോസ്റ്റം തിരുമേനിയായിരുന്നു. അദ്ദേഹമൊക്കെ വലിയ കാര്യം തമാശ രൂപത്തിൽ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. രാഷ്ട്രീയത്തിലാണേലും വലിയ നേതാക്കന്മാർ ഹാസ്യം കലർത്തി പറയുന്ന ഒരാൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തീർന്നാൽ മതി, മടുത്തു, എപ്പോഴാണ് തീരുന്നത്, അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർക്ക് കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പറയണം. ആ രീതിയിലാണ് ഈ ഒരു ശൈലിയിലേക്ക് വരാൻ കാരണം. ചിലർ ഈ മാതൃക കണ്ടു, ഒരു പടിയേറെ പിതാവ്, അത് എന്നെ സ്വാധീനിച്ചതാണ്. അച്ഛൻ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് രാഷ്ട്രീയത്തിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിലൊക്കെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്ന ഒരാളെന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ പ്രസംഗിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഒരു പുരോഹിതനായപ്പോഴത്തേന് ഹാസ്യരൂപേണ ഇത് അവതരിപ്പിക്കാനായിട്ട് വല്ലാത്തൊരു ചേഞ്ച് തന്നെ വേണ്ടി വന്നിട്ടില്ലേ? മതപ്രസംഗങ്ങൾക്ക് ഹാസ്യം കലർത്താൻ പറ്റും, എളുപ്പമാണ്. അത് ആ രീതിയിൽ എടുക്കും. രാഷ്ട്രീയ പ്രസംഗത്തിൽ ഹാസ്യം കലർത്തിയാലും ചിലക്കത് കൊള്ളും. അപ്പം അത് വിമർശന വിധേയമാവും. രാഷ്ട്രീയത്തിൽ പ്രസംഗിച്ച ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരും സഭയുടെ സമൂഹത്തിലെ പ്രസംഗം വരുമ്പം. അപ്പോൾ ഒരു പൊതുജനം നമുക്കൊരു സ്വീകാര്യത തന്നു എന്നൊരു ബോധ്യം വന്നാൽ തിരുത്തുന്ന രീതിയിലൊക്കെ നമ്മൾ പലതും പറയും, പല ഹാസ്യവും കലർത്തും. ചിലക്കത് വേദനിക്കും, ചിലക്കത് മനസ്സിലാവും, ഇത് ആശയം പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം ആ രീതിയിലെടുത്താണ് മുമ്പോട്ട് പോവുക. പിന്നെ വായിച്ചും ശേഖരിച്ചും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഫലിതം ഏത് വിഷയത്തോടും ചേർത്ത് വെക്കും. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം രാജകന്യക എന്ന സിനിമയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വേഷം അച്ഛൻ ചെയ്യാനിടയുണ്ടായി. സിനിമയെപ്പറ്റി എന്താണ് അച്ഛന് പറയാനുള്ളത്? സിനിമ മൂല്യങ്ങൾ പകരുന്നത് ആയിരിക്കാം. പണ്ടുള്ള സിനിമകളിലൊക്കെ അങ്ങനെ ആയിരുന്നു. ഒരു പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ അതിന് കിട്ടുന്ന ശിക്ഷ ആ രീതിയിലായിരുന്നു. തെറ്റ് ചെയ്താൽ വന്നു പോകുന്ന തകർച്ച, ഭാര്യ കരയിൽ ഒന്ന് പേടിച്ചു പോയാൽ കടലിൽ ഭർത്താവ് മരിക്കുമെന്ന് വെച്ച ചെമ്മീൻ, ഇതെല്ലാം മൂല്യങ്ങളായിരുന്നു. അതായത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നന്മ ചെയ്തില്ലെങ്കിൽ ഭവിഷ്യത്ത് തിന്മ വരും. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നുണ്ട്, വിധിച്ചത് പീലാത്തോസാണ്, ഉറക്കം പോയത് ഭാര്യ ക്ലോഡിയായ്ക്ക. അപ്പം നമ്മുടെ പ്രവൃത്തികൾ വരും തിരിച്ചടികൾ. അപ്പം അങ്ങനെയുള്ള ഒരു മൂല്യങ്ങളുടെ ലോകത്തു നിന്നും മൂല്യങ്ങളിലൊരു മാറ്റം മറിച്ചിലും. അപ്പം പുതിയൊരു ലോകം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിച്ചെറിയൽ സംസ്കാരം വന്നു. ഈ വാരിക്കൂട്ടലും വലിച്ചെറിഞ്ഞതിൽ മൂല്യങ്ങൾ, കഥകൾ, അതെല്ലാം പറഞ്ഞു. ചുമ്മാ ഹോസ്റ്റല് കൂട്ടുകാരുടെ കള്ളുകൂടി, ബോട്ട്, ഇരിപ്പ്, അതെല്ലാം കൂടെ തട്ടിക്കൂട്ടുന്ന കഥയായിട്ട് മാറി. ഇപ്പോൾ ഒരു പടം കണ്ടു കഴിയുമ്പം എന്ത് മെസ്സേജെന്ന് ചോദിച്ചാൽ ഇന്ന് മെസ്സേജ് ഇല്ല. പണ്ടൊരു പടം കണ്ടാൽ എന്താണ് മെസ്സേജ് ചോദിച്ചാൽ അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. ഇന്ന് നമ്മൾ ഇരുന്നിരുന്ന് ചിരിക്കും
ഓരോ സ്പാർക്ക് കാണുമ്പോൾ ആ ചിരിക്ക് അപ്പുറത്തേക്ക് ഉറങ്ങി നിൽക്കാനുള്ള ഒരു ചിന്തയില്ല. അതാണ് വ്യത്യാസം. അപ്പം ഒരുപക്ഷെ പുതിയ ലോകത്തിന് അങ്ങനെയുള്ളതായിരിക്കാം കൂടുതൽ ഇഷ്ടം വരിക. ഇപ്പം ഞാൻ പഴയതും പുത്തനും കാണുന്നതുകൊണ്ട് എനിക്ക് അല്പം കൂടി ഇഷ്ടം പഴയ മോഡലിൽ നല്ല കഥകളും പാട്ടും അതിനിടയിൽ നല്ല പലതും ഒക്കെയാണ്. പിന്നെ അതേ രീതിയിൽ പുതിയൊരു ഉൾക്കൊള്ളണമെന്നില്ല. എങ്കിലും അങ്ങനെയുള്ള പടങ്ങൾ വരുമ്പോൾ ഇന്നും വിജയിക്കുന്നുണ്ട് ആ ടൈപ്പ്. മറ്റേത് വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകുന്നതായിട്ട് കാണുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഓരോ കാലഘട്ടത്തിനെയാണ് ഓരോ സിനിമകൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ചിലപ്പം ആ കാലഘട്ടത്തിലെ ആളുകൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം അതുപോലെയുള്ള സിനിമകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ആളുകളെ വെച്ചൊരു സിനിമ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വാല്യൂസ് വെച്ചുള്ള സിനിമകൾ നമുക്ക് എടുക്കാൻ കഴിയില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങാത്തത്? അറിഞ്ഞുകൂടാ. പക്ഷേ വാല്യൂസ് എന്തെങ്കിലും പഠിപ്പിക്കുന്ന ഒരു പടം വന്നാൽ വിജയിക്കുന്നുണ്ടല്ലോ. സിനിമ മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് അച്ഛൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ നല്ല കഥയാണ് എപ്പോഴും. ഉദാഹരണത്തിന് ചില പടങ്ങൾ എത്ര നാൾ കഴിയുമ്പം ഒരു കിലുക്കം ഇന്നും കാണും. മണിച്ചിത്രത്താഴ് ഇന്നും കാണും. ദൃശ്യം ഈയിടെ വന്ന അതെല്ലാം കഴിഞ്ഞ് അടുത്ത മാസം എല്ലാം തുടരും. ഒരു കഥാതന്ത്വം ഉണ്ടല്ലോ. അപ്പം അത് ആൾക്കാർ ഇന്നും സ്വീകരിക്കുന്നുണ്ട്. വേറെ ചില പടങ്ങൾ 2 ദിവസം കഴിഞ്ഞ് പോകുന്നത് പിന്നെ അതില്ല. കാരണം ഈ പറഞ്ഞ ചെറുപ്പക്കാർക്ക് പോലും ഒരു കഥയില്ലെങ്കിൽ കുറച്ച് പേര് അടിപൊളി എന്നൊക്കെ പറയും, പിന്നെ പോവില്ല. അതാണ് നമ്മൾ കാണുന്നൊരു പാഠം. അതുകൊണ്ട് ഇറക്കിയവർ മോശക്കാരാണെന്നോ അഭിനയം മോശമൊന്നും അല്ല, നമ്മുടെ രീതിയിൽ വരുന്നൊരു മാറ്റമാണ്. മൂല്യമുള്ളതിനെ ഇന്നും മുറുകെ പിടിക്കാനുള്ള താല്പര്യമുണ്ട്. അതേസമയത്ത് പഴയതുപോലെ അത്രയും കയ്യടിയോടെ ആയിരിക്കുകയില്ല. പക്ഷെ ഒന്നുമില്ലെങ്കിൽ ചുമ്മാ അങ്ങ് പോകും. അത് പാട്ടാണേലും ഇപ്പം നമുക്ക് ഒരു നല്ലൊരു പാട്ട് പാടാനില്ലല്ലോ, മനസ്സിൽ നിൽക്കുന്നൊരു പാട്ടേ. അപ്പം അത് പഴയ പാട്ടുകൾ ഇന്നാളിലും മീഡിയയിലെ സ്റ്റാർ സിംഗറിലും ഒക്കെ പിള്ളേർ പാടുന്നതും പഴയ നല്ല ക്ലാസിക്കൽ പാട്ടുകൾ എടുത്ത് പാടും. പുത്തനൊന്നൊരു പാട്ട് അവർക്ക് ആർക്കും ഒന്നും പാടാൻ പറ്റുന്നില്ലല്ലോ. ഏത് പാട്ടൊന്നും മത്സരം നോക്കിയോളൂ, ഒരു പുതിയ പാട്ട് പോലും പാടുന്നില്ല. ഒരുപക്ഷെ അതിൽ ജഡ്ജ് ചെയ്യുന്ന ആളുകൾ കുറച്ചും കൂടി പുതിയ ആളുകളാണെങ്കിൽ ചിലപ്പം ഇല്ലില്ല. കാരണം അതിനകത്ത് സംഗീതമില്ലല്ലോ. ഇന്ന് സംഗീതമില്ല, വാക്കുകളേ ഉള്ളൂ. ചില കഴിവുള്ളവർക്ക് ആ പാട്ടൊക്കെ പാടാൻ പറ്റുള്ളൂ. അവരെ താലന്ത് പ്രകടിപ്പിക്കണമെങ്കിൽ ക്ലാസിക്കൽ ടേസ്റ്റുള്ള നല്ല പാട്ടുമാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ജനത അതിൽ നിന്ന് അത്രയും വിട്ട് മാറിപ്പോകുന്നത്? മൊത്തം തെന്റ് മാറുക. ഇപ്പം ചുമ്മാ വാട്സപ്പ് വേറെ ഒരു വളരെ പെരിഫറൽ ലെവലിലേക്ക് എപ്പോഴും അത് കാണുക ഇരിക്കുക, ചുമ്മാ വലിച്ച കമൻറ്റ് വായിക്കുക, എന്നിട്ട് അത് ഷെയർ ചെയ്യുക. നല്ല വായന നിന്ന് പോയി യൂത്തിന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു നല്ലൊരു പുതിയ പുസ്തകം വായിക്കാൻ നമുക്ക് കിട്ടുന്നില്ലല്ലോ. അതിൻ്റെ പ്രശ്നം ഇതാണ്. ആരുടെയും കുഴപ്പമില്ല, ഇങ്ങനെ ആയിപ്പോയി ട്രെൻഡ്. അതായപ്പം അവരോടൊപ്പം നീ എല്ലാവരും അതാ മോഡലെന്ന് ഓർക്കുകയെ. വേറിട്ട് പറഞ്ഞാൽ പറയുമോ അവൻ തന്തവൈബാന്ന് പറയും, അങ്ങനെ ഒരു കമൻറ്റും പറയും. പക്ഷെ ശരിക്കും ഉണ്ടാകണമെങ്കിൽ സമന്വയിപ്പിക്കണം. പുതിയവർ പഴയത് ഉൾക്കൊള്ളും, പഴയവർ പുത്തൻ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വരണം. അത് വരാനുള്ള സാധ്യത കാണുന്നില്ല. പിന്നെ പടം പിടിക്കുന്നവർക്കും ഒക്കെ റിസ്ക് അല്ലേ. പരീക്ഷണാർത്ഥത്തിൽ കാശ് പോയാൽ അതെല്ലാവരും നോക്കും, അവന് കിട്ടുന്ന സാധ്യത. ഇന്ന് ആളുകൾക്ക് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഭയങ്കര പേടിയുള്ള ഒരു കൺസെപ്റ്റാണ്. ഒന്നിനോട് ഒരു റിലേഷൻഷിപ്സിനോട് നമുക്കിപ്പോൾ കമ്മിറ്റ്മെൻറ്റുകളില്ല. സൗഹൃദമായിക്കോട്ടെ, റിലേഷൻഷിപ്പുകളായിക്കോട്ടെ, അതിനോടൊന്നും നമുക്ക് കമ്മിറ്റ്മെൻറ്റുകളില്ല. കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണെന്ന് അച്ഛന് തോന്നുന്നുണ്ട്. കമ്മിറ്റ്മെൻറ്റിൻ്റെ ഇല്ലായ്മ ഒത്തിരി പ്രശ്നമാണ്. ലിവിങ് ടുഗദർ എടുക്കുക. അപ്പോൾ ഞാനിത് നാളെ ഒരു ചാനൽ ചർച്ചയിൽ അതിനെക്കുറിച്ച് തർക്കിച്ചതായിരുന്നേ. അപ്പോൾ അവിടെ വരുന്ന പ്രശ്നം ആ വ്യക്തികളെ പഠിക്കാനോ പറ്റിയല്ല, അവരുടെ സൈക്കോളജിക്കല നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഒരു ഔട്ട്സൈഡർ നോക്കുമ്പോൾ വരുന്ന പ്രശ്നം അവിടെ കമ്മിറ്റ്മെൻ്റ് ഇല്ല. കാരണം കല്യാണം കഴിച്ച് മക്കളെ ജനിപ്പിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തി സമൂഹത്തെ അല്പം മെച്ചപ്പെടുത്തി പോകേണ്ടതാണ് ഒരു ആൺപെൺ ബന്ധത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ കല്യാണം കഴിക്കാതെ ഞാനാണെങ്കിൽ എൻ്റെ ടീച്ചിങ്ങും പ്രബോധനവും വഴി ഉൾക്കാഴ്ച കൊടുത്ത് ഒരു തലമുറയെ വാർത്തെടുക്കണം. അപ്പം അങ്ങനെ ഒന്നുമില്ലാതെ ഒരാണും പെണ്ണും ചുമ്മാ കുറച്ച് കൂട്ടുപോലെങ്കിൽ ജീവിച്ചേക്കാം, അല്ലെങ്കിൽ ആണും ജീവിക്കാം, പെണ്ണും ജീവിക്കാം എന്ന് പറഞ്ഞു കഴിയുമ്പം സൈക്കോളജിക്കലി അവർക്കൊക്കെ ആയിരിക്കാം. ഒരു തേർഡ് പാർട്ടി നോക്കുമ്പോൾ നമുക്ക് തോന്നും അവിടെ കമ്മിറ്റ്മെൻറ്റ് ഇല്ല. അതിൽ കുടുംബത്തിലും കല്യാണം കഴിച്ചതിന് ശേഷവും ഒരു പുരുഷൻ അവന് തന്നെ ഇഷ്ടം പോലെ നടക്കുന്നവൻ കമ്മിറ്റ്മെൻ്റ് അല്ല. സ്ത്രീയും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് കുറേ കാര്യം വിട്ടിട്ട് ഭാര്യയുടെ ഐഡിയോളജിയോട് ചേരണം, സ്ത്രീയും ചേരണം. അപ്പം അവിടെ അതില്ലെന്ന് വിട്ടുവീഴ്ചകൾ കൊടുക്കാൻ ആർക്കും തയ്യാറല്ല ഇന്ന് കാലത്ത്. ഇന്നത് ഒത്തിരി അങ്ങോട്ട് കുറഞ്ഞു. അത് കള്ളു കുടിച്ചും ചീട്ട് കളിച്ചും പടം കണ്ടും ഫോൺ മാന്തിയൊക്കെ ഇരിക്കും. വീഡിയോ വന്നാൽ പോലും വേണ്ടിയല്ലോ, മൊബൈൽ ഫോണിൽ നോക്കി യൂട്യൂബിൽ നോക്കി വർത്താനം പറയാൻ പോലും പലർക്കൊന്നും സമയമില്ല. അപ്പം അതൊരു ബുദ്ധിമുട്ട് കുട്ടികളെ ബാധിക്കുന്നുണ്ട് തലമുറകളിലെ. അറേഞ്ച് മാരേജ് ഈ പറഞ്ഞ കമ്മിറ്റ്മെന്റ് ഇല്ലായ്മയ്ക്ക് വലിയൊരു അവിഭാജ്യ ഘടകമാവുന്നുണ്ടോ?
ഈ മാരേജ് 2 വിധത്തിലുണ്ട്. അറേഞ്ച് മാരേജും ഉണ്ട്, ലവ് മാരേജും രണ്ടും വരുന്നുണ്ട്. പക്ഷെ അറേഞ്ച് മാരേജ് ഞാനിപ്പോൾ ഫാമിലി കൗൺസിലിംഗ് കൊടുക്കുന്ന ആളാണ് കോടതികൾ. അറേഞ്ച് മാരേജുകളേക്കാൾ കൂടുതൽ ഇഷ്യൂ ഉണ്ടായത് ലവ് മാരേജിലാണ്. കാരണം ഈ ലവ് മാരേജിൽ ഒരു വികാരത്തിന് പ്രധാന റോളുണ്ട്. ഒരു കാരണം വിവേകത്തെക്കാൾ ഉപരി വികാരത്തിന് റോളുണ്ട്. അറേഞ്ച് മാരേജ് അല്പം കൂടെ വിവേകമുണ്ട്, നോക്കി എഴുതിക്കണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മെച്ചമെന്ന് പറയാൻ പറ്റില്ല. കേസ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ലവ് മാരേജ്. എന്നാലും പ്രാവശ്യം എല്ലാവരും എതിർത്ത് ഞാൻ ഇവൻ്റെ പിറകെ പോയി. അപ്പം തീർന്നു. കാരണം ലവ് മാരേജ് വരുന്ന പ്രശ്നം അപ്പനും അമ്മയും ആരും വേണ്ട, എനിക്ക് ഈ പുരുഷൻ മാത്രം മതി, വേറെ ബന്ധമോ മതവും പോലും നോക്കണമെന്നില്ല. പക്ഷെ എന്തു ചെയ്യും, ഈ അപ്പൻ അമ്മ മതം സംസ്കാരം എല്ലാം ഇവനിൽ അല്ലെ അവളിൽ പ്രതീക്ഷിച്ചാണല്ലോ കൂടുമ്പോഴേ. പക്ഷെ അവള് നമ്മൾ ഓർത്ത പോലെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് സപ്പോർട്ടില്ല. ആരുടെയും ബന്ധത്തിൽ കുടുംബത്തിനൊക്കെ സപ്പോർട്ട് വേണം, ആരെങ്കിലും സപ്പോർട്ട്, അതില്ലാതെ പോവുക. അങ്ങനെയാണ് ലവ് മാരേജിൽ ഒത്തിരി കേസുകൾ വരുന്നതിൻ്റെ കാരണം. തുടർന്ന് ഈ ബന്ധങ്ങളിൽ കമ്മിറ്റ്മെന്റ് ഇല്ലായെങ്കിലും അതിൽ നിന്ന് പിന്നെ പിരിഞ്ഞു പോവുകയുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ വരുന്ന അപകടം സമൂഹത്തിലൊരു അപജയം ഉണ്ടാവുകയെ. ഒരു ഹിന്ദു മതമോ ഇസ്ലാം മതമോ ഏത് മതമോ ആയിക്കോട്ടെ, ഒരു നല്ല കുടുംബം ഒരു ഏത് മതത്തിലും നല്ല കുടുംബം മതി. ആ കുടുംബം ചുറ്റുപാടുകളെ സ്വാധീനിക്കും. ഏതൊരു കുടുംബം, ഏത് ജാതിപ്പെട്ട കുടുംബം അൻപിപ്പോയോ അവരായിരിക്കും സമൂഹത്തിൽ അതിൻ്റെ അലയടി ഉണ്ടാകും. ഈ അടുത്ത് അപൂർവ പുത്രന്മാർ എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. അത് അമിതമായ വിശ്വാസികളെ അല്ലെങ്കിൽ ആ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനെ പറ്റിയായിരുന്നു ആ സിനിമ എടുത്തിരുന്നത്. അപ്പം നമ്മുടെയൊക്കെ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ഇപ്പോൾ ഏത് മതത്തിലാണെങ്കിലും ഇപ്പോൾ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെതിരെ ഇങ്ങനൊരു സിനിമ വരുന്നതിനൊക്കെ അച്ഛൻ യോജിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ പടം കണ്ടില്ല, പറഞ്ഞു കേട്ടതേ ഉള്ളൂ. പക്ഷെ എനിക്ക് യോജിപ്പാണ്. കാരണം ഈ അവഹേളിക്കാത്ത രീതിയിൽ വിമർശിക്കുന്നത് എന്തും നല്ലതാണ്. ഈ ഏതൊരു കൂട്ടം ചുമ്മാങ്ങ് അവഹേളിച്ച് താക്കുന്ന രീതിയിൽ വരുമ്പം ആ പടത്തെ മുൻവിധിയോടെ കാണും ആൾക്കാർ. അത് ഇങ്ങനെ ഇറക്കിയതാണ്. നോർമൽ പടമായിട്ട് അങ്ങനെയുള്ള നടക്കുന്ന ഒത്തിരി നല്ലതാണ്. വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വലിയൊരു തിരിച്ചടിയായിരുന്നു അത്, ആ ഒരു സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞത്. കാരണം അവരുടെ പച്ചയായ മുഖം വെളിയിൽ കൊണ്ടുവന്നൊരു സിനിമയായിരുന്നു അപൂർവപുത്രന്മാർ എന്ന് പറഞ്ഞ സിനിമ. അത് എനിക്ക് തോന്നുന്നു ചിലപ്പം, പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ചിലപ്പോൾ ഒരു പുരോഹിതൻ എന്നൊക്കെ നിലയിൽ ചിലപ്പോൾ അച്ഛനൊക്കെ ഒരുപാട് എതിർപ്പുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ഇങ്ങനത്തെ ഒന്നിനോട് എതിർപ്പില്ല. കാരണം അത് ഒരു കാഴ്ചപ്പാടല്ലേ, അവഹേളിക്കല്ലേ. അത് എനിക്കിഷ്ടമില്ല ഏത് മതത്തിൻ്റെയും വിശ്വാസങ്ങളെ. പക്ഷെ വിമർശിക്കാം. പക്ഷെ ഇവരുടെ ഈ നിസ്സഹായ അവസ്ഥയെ ഇവർ ചൂഷണം ചെയ്യുന്നത്, അതെ, അത് വിമർശനാത്മകമായിട്ട് എടുത്താൽ മതി, ആ രീതിയിൽ എടുത്താൽ മതി. അപ്പം അതിനെ നമ്മൾ വലിയ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പബ്ലിസിറ്റി കൊടുക്കാൻ വലിയ അത് വിട്ടേക്കുക, ചെയ്യാന്നുള്ളൂ. പിന്നെ ഇതെന്തെല്ലാം സിനിമ ഇറങ്ങിയാലും ഇതെല്ലാം ഇതുപോലെ തന്നെ തുടരും. ഞാൻ സത്യമായിട്ട് ഓർത്തിട്ടുണ്ട്, മഹാപ്രളയം കഴിഞ്ഞപ്പം ഒരുപാട് കാര്യങ്ങൾ തീർന്നു പോകും. അന്ധവിശ്വാസത്തിൻ്റെ ആഘോഷങ്ങൾ ഇങ്ങനെ പലയിടത്തും. കോവിഡ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓർത്തു ഇനി എല്ലാം അതിനേക്കാൾ ശക്തിയായിട്ട് ഈ ഇൻഡിഫറൻസസ് ഒക്കെ കുറേ വിട്ടുപോകുമെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ സംഗതി എല്ലാം മതി. നമ്മൾ ഓർക്കുന്ന പോലല്ല. ഈ നമ്മുടെ ഇഷ്യൂ ഒക്കെ ഈ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ പരുന്ത് വരുമല്ലോ, ഒരു വലിയ വെപ്രാളം. പരുന്ത് പോയാൽ വീണ്ടും പഴയ പോലെ കാണും. എല്ലാ പ്രസ്ഥാനങ്ങളും എന്നും എക്കാലത്തും ഇതുപോലെ വിമർശനവും തുടരും, ഇതും അതുപോലെ പോയി. പിന്നെ വിവേകമുള്ളവർ വേണ്ടാത്ത തള്ളിയിട്ട് വേണ്ടുന്നതിനെ സ്വീകരിക്കും. ഇപ്പം പറയാ കൊണ്ടുപോയി കോഴിയെ കറി വെച്ചോ എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവൻ പപ്പും പൂടയും ചുണ്ടും പറിക്കും, ഇല്ലാത്ത മൊത്തം തിന്നാനാന്ന് പറയും. എല്ലാം കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഈ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഘടകവും അവരെ വേർപിരിക്കുന്ന ഘടകവും എന്ന് അച്ഛന് പേഴ്സണൽ ഒരു സൈക്കോളജിസ്റ്റ് എന്നൊക്കെ രീതിയിൽ അച്ഛന് തോന്നിയിട്ടുള്ള ഒന്നിപ്പിക്കുന്ന ഘടകം ശ്രദ്ധയാണ്, ലിസണിങ്, ക്ഷമാപൂർവമായിട്ട് കേട്ടിരിക്കണം. നമ്മൾ അതാ ഭർത്താവ് ഏത് സ്റ്റാറ്റസിലാണേലും വീട്ടിൽ ഭർത്താവാകണം, കേൾക്കാൻ സമയം വേണം. വീട്ടിൽ വന്നിട്ട് കമ്പനി മാനേജറാണെന്ന് പറഞ്ഞ് കൂടിയാൽ കുടുംബം തകരും. വീട്ടിൽ ഞാൻ കളക്ടറാണെന്ന് പറഞ്ഞാൽ പറ്റിയാൽ വീട്ടിൽ ഭർത്താവാകും, ഓഫീസിൽ ആ ജോലി ചെയ്യണം. ശ്രദ്ധയില്ലെങ്കിൽ അത് തകരാൻ കാരണമാകും. നല്ല ശ്രദ്ധയുണ്ടോ നല്ല ബലം വരും. പിന്നെ വിട്ടുവീഴ്ചയ്ക്കുള്ള മനസ്സ് വേണം. ഇത് രണ്ടുമാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, രണ്ട് വിട്ടുവീഴ്ച. ചില അരിശം വരുമ്പോൾ പറയുന്നൊരു വാക്ക്, ആ വാക്കിൽ വ്യാഖ്യാനിക്കരുത്. ഒരു സ്നേഹത്തിൻ്റെ കടലാണ്, ഒരു കൊമളയാണ്, അതങ്ങനെ എടുക്കണം. പോട്ടെ, അങ്ങനെ വന്നാൽ പ്രശ്നമില്ല. വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. വിട്ടുവീഴ്ച ചെയ്യുക, ശ്രദ്ധിക്കുക, കേൾക്കാൻ സമയം എടുക്കുക. ഈ രണ്ട് ഘടകങ്ങളാണ് മെയിനായിട്ട് അച്ഛന് തോന്നി. അല്ല, കുടുംബ കോടതി വരുന്ന ഇഷ്യൂ ഭൂരിപക്ഷം അത് തന്നെ. അത് തന്നെ. ചെറിയ പ്രശ്നങ്ങളൊക്കെ അച്ഛൻ അങ്ങനെ വന്നിട്ടുള്ളത് ഉണ്ടോ?
അല്ല അങ്ങനെ ചെറിയ ഏറ്റവും ചെറിയ പറയും അച്ഛാ ഞങ്ങളെ കേൾക്കാൻ മനസ്സില്ല, ഈ മനുഷ്യനെ ആ എന്നെ കേൾക്കുന്നില്ല. ആ ആ ആ കെട്ടിയവൻ പറയും ഞാനെല്ലാം ചെയ്താലും ഇവക്കൊരു വിലയില്ല, ആ. എന്നുവെച്ചാൽ കേൾവിയില്ല. ഇരുന്ന് കേട്ടാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തീർന്നു പോകും. മദ്യപാനാസക്തി ഇന്ന് കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം അത്തരം കേസുകൾ അച്ഛൻ എങ്ങനെ ഡീൽ ചെയ്തിട്ടുള്ളത്? അത് ഉപദേശം കൊണ്ട് തീരെയല്ല. അവരെ നമ്മൾ റീ അഡിക്ഷൻ സെൻ്ററിലേക്ക് റെഫർ ചെയ്യും. നമുക്കിതിനറിയാവുന്ന വിശ്വാസമുള്ള സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞു വിടും. അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് വിധേയനായിട്ട് വരാൻ പറയും. ചിലർ ഒരാഴ്ച കുടിക്കാതിരുന്നാൽ പിന്നെ കുടി വേണ്ടാന്ന് നോക്കും. ചിലർക്ക് അത് അവർക്ക് പറ്റിയല്ല, അവർക്കൊരു ബലക്ഷയം പോലെയാണ്. അവരെ നമ്മൾ ചികിത്സയും മരുന്നിനും വിധേയമാകും. അങ്ങനെ മാത്രമേ ഇതിനൊക്കെ ഒരു പ്രതിവിധി ഉള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് പറഞ്ഞ് കൗൺസിലിങ്ങിലൂടെ നടക്കുകയില്ല. എല്ലാവരും പറയും പോകുന്നൊക്കെ പക്ഷേ നടക്കുകയില്ല. ഒരു 70% കേസുകളും അച്ഛൻ്റെ മുമ്പിൽ വരുന്നത് മദ്യപാനാസക്തി മൂലമായിരിക്കും. അല്ല, ഒന്നുമല്ല, ഒരു ചെറിയ ശതമാനം മാത്രമേ. ചിലത് പിന്നെ ഈ IT വേൾഡിൽ നിന്ന് വരും, ഈ ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങൾ, വർത്തമാനം വരുന്നില്ല. പിന്നെ ചില ദാമ്പത്യത്തിൻ്റെ കിടക്കറ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒത്തിരി ഇഷ്യൂ. ഒരു ശതമാനമേ ഉള്ളൂ കുടിയായിട്ട് വരുന്നത്. പണ്ട് ഒത്തിരി കുടിയേറി ആയിരുന്നു, ഇപ്പം അത് ഒത്തിരി കുറഞ്ഞു. ഇപ്പം ഇതാ വൈകാരിക തലത്തിലാണ്. ഇൻലോസിൻ്റെ റോള്, പിന്നെ ഞാൻ കാശ് ഉണ്ടാക്കുന്ന ഭാര്യ, ആ ചിന്തകളൊക്കെ വരാൻ തുടങ്ങി. ഭാര്യ എന്ന് പറയാൻ കാരണം പണ്ട് സ്ത്രീകൾ അല്പോലെ വരുമാനക്കുറവായിരുന്നല്ലോ. അവർക്കത് കൂടിയപ്പോഴത്തേന് അവർക്ക് എന്തിനാ വിലയേറ്റത്തിൽ നിൽക്കുന്നത്, എനിക്ക് എൻ്റെ വഴിയെ പോയിക്കൂടെ എന്നുള്ള ചിന്ത വരാം. അച്ഛൻ ഇടുക്കി വലിയ തോവിളയിലാണ് ജനനം, ശേഷം സെമിനാരിയിലേക്കുള്ള യാത്ര. അപ്പം ഈ സെമിനാരിയിലേക്ക് ചേരാനുള്ള ആദ്യത്തെ ഇൻസ്പിറേഷൻ? അത് ഈ ഇടവകയിലൊക്കെ നല്ല വൈദികർ ഉണ്ടായിരുന്നു, അപ്പോൾ അവരുടെ മാതൃകയാണ്. 10 കഴിഞ്ഞപ്പോൾ ചേരാൻ വേണ്ടി പോയത്. അന്നേരം പ്രീ +2 കഴിയാട്ടുന്ന വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ടാണ്. പിന്നെ ഒരു 2-3 വർഷം പിന്നെ ഫുൾ ടൈം രാഷ്ട്രീയത്തിലേക്കായി പോയി, കോളേജ് വിദ്യാഭ്യാസം. അതോ അങ്ങനെ പിന്നെ അതിനകത്ത് ലയിച്ചായിരുന്നു. ജനറൽ സെക്രട്ടറി ആയിട്ട് ജില്ല ഇടുക്കിയിലായിരുന്നു. പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, KSCക്കകത്ത് ഒത്തിരി പാർട്ടിക്കകത്ത് ഒരുപാട് അംഗീകാരം കിട്ടിയായിരുന്നു. കാരണം ഇടുക്കി ജില്ലയിൽ അധികം പേര് ലീഡേഴ്സ് ഇല്ലാത്തതുകൊണ്ട് വളരാനുള്ള സാധ്യത ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി നമ്മൾ ചെയ്തു. പിന്നെ പാർട്ടി പിളർന്നു കഴിഞ്ഞപ്പോഴത്തേന് ബുദ്ധിമുട്ട് തോന്നി, അങ്ങനെ പിന്നെ അത് നിർത്തി കഴിഞ്ഞപ്പോഴും പഴയ ആഗ്രഹം. ഒരു രാഷ്ട്രീയക്കാരനൊക്കെ ആവണമെന്നുണ്ടായിരുന്നു. അന്ന് ഉൾട്ടേതായിരുന്നല്ലോ. പിന്നെ അതിനുശേഷമാണ് അപ്പോൾ സെമിനാരിലേക്ക് എല്ലാം കഴിച്ച് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയൊക്കെ പിളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 1 വർഷം ചുമ്മാ നാട്ടിൽ നിന്ന് വിട്ട് ഗുജറാത്തിൽ പോയിരുന്നു. പിന്നെ 80ൻ്റെ അവസാനമാണ് സെമിനാരിലേക്ക് പോരുന്നത്. SSLC കഴിഞ്ഞ് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ വന്നാണ് ചേരുന്നത്, പഠിക്കുന്നത്. അച്ഛൻ എക്സാക്ട് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? അല്ലാതെ കേരള കോൺഗ്രസ് അന്ന് റൈറ്റ് പക്ഷമായിരുന്നു. ഇടതുപക്ഷത്തോട് ഇഷ്ടമാണെങ്കിലും അവരുടെ നേതൃത്വത്തിൽ പലരോടും ഇഷ്ടക്കേടുണ്ട്. അല്പം കൂടെ എനിക്ക് ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാർ വലതുപക്ഷത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. അടുക്കുമ്പോൾ എല്ലാവരും നല്ലതായിരിക്കും, പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നു. അങ്ങനെ ശേഷം അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ പിന്നെ സെമിനാരി ചേർന്നു, 13 വർഷം പഠിച്ചു. അപ്പം പഠിച്ചിട്ട് പിന്നെ ഡിഗ്രി പ്രൈവറ്റായിട്ട് പഠിച്ചിട്ട്, പക്ഷേ കേരളവർമ്മ കോളേജിലായിരുന്നു അതിൻ്റെ സെൻറ്ററും എഴുത്തുമൊക്കെ ആയിട്ട്. അങ്ങനെ വന്നു. പിന്നെ 13 വർഷം കഴിഞ്ഞ് അച്ഛനായി. ഡിഗ്രി ഫിലോസഫി അച്ഛനായി കഴിഞ്ഞ് പിന്നെ സഭയിൽ തന്നെ പറഞ്ഞു നിയമം കൂടെ പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്ത് ലോ അക്കാഡമി ചേർന്നു. അവിടെ നിന്ന് ഡിഗ്രി എടുത്തു. 99 ഇറങ്ങി. അപ്പം കോടതി പോകാൻ പറ്റിയല്ല, പക്ഷേ ഒരുപാട് കൂട്ടുകാർ വക്കീലന്മാർ പല കോടതിയിലുണ്ട്. നമുക്ക് കേസ് വന്നാൽ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞു തരാൻ. അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ഫിലോസഫി പഠിച്ചത് ഒരു പക്ഷേ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് അത് ഫിലോസഫി നമുക്ക് വെച്ചാൽ തിയോളജി പഠിക്കാനൊരു സപ്പോർട്ട് എന്നുള്ളതേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും താത്വികമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള കഴിവ് ഫിലോസഫി പഠിക്കുമ്പോഴാണ് കിട്ടുന്നത്. ആ രീതിയിൽ പഠിച്ചു വരും. നിയമം പഠിച്ച് അഭിഭാഷകനാവണമെന്നുള്ള പ്ലാൻസ് ഇല്ലായിരുന്നു? ആദ്യം ഉണ്ടായിരുന്നു, രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, പിന്നെ വിട്ടുമായിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും അത് തന്നെ ഉരുത്തിരിഞ്ഞ് വന്നു. അങ്ങനെ ആവുമായിരുന്നു. അഭിഭാഷകനാണ്, അതുപോലെ തന്നെ ഫിലോസഫി പഠിച്ചിട്ടുണ്ട്, ഒരു കലാകാരനാണ്, കഥകൾ പറയാൻ ഇഷ്ടമുള്ള ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിവുള്ള ഒരാളെ ഈ കുപ്പായത്തിനുള്ളിൽ പൂട്ടിയിട്ടേക്കുന്ന പോലെയാണോ അതോ? ഇല്ല, ഇതിനെല്ലാം അവസരം ഉണ്ടല്ലോ. ഉണ്ട്. ഇതൊന്നും പോകാൻ പറ്റിയില്ല തോന്നി തന്നെ, എന്നാ ഇല്ലാത്ത. പക്ഷെ ഒരു വലിയൊരു താരമായിട്ടൊന്നും മാറാൻ ചിലപ്പോൾ അത് നമുക്ക് അങ്ങനെ താല്പര്യമില്ല. ജനത്തോട് ബന്ധപ്പെടാനുള്ള രീതിയിൽ ഇപ്പം സിനിമാ താരവും ഞാനും ഇവിടെ തന്നെ വലിയ വ്യത്യാസം. അവരറിയുന്ന പോലെ തന്നെ എന്നെ എല്ലാവരും അറിയും. അപ്പം അവരുടേതായ പണമൊക്കെ മേടിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നു. ഞാൻ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു പോകുന്നുള്ളൂ. അപ്പം നമുക്ക് എന്തിനും അവസരമുണ്ട്. അപ്പം അതിനുള്ള അനുവാദം സഭയിലും ഉണ്ട്. പക്ഷെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പം ഏത് സിനിമയിലും വിളിച്ചാൽ പോവുകയല്ലോ, എത്രയോ പടങ്ങളിൽ നിന്ന് വിളിക്കും. അതെ അങ്ങനെയൊന്നും പോകത്തില്ല. പക്ഷെ നമുക്കൊരു മൂല്യബോധം, ഇപ്പം രാജകീയ പോലുള്ള പടം, അത് മൂല്യബോധമാണ്. എല്ലാ കഥകളിലും അങ്ങനെ നമുക്ക് കണ്ണും പൂട്ടി അഭിനയിക്കാൻ അങ്ങനെ എടുക്കത്തില്ലല്ലോ അച്ഛനല്ലേ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു
റോൾ മാതൃകാപരമായിട്ടുള്ള ഒരു പടത്തിലുണ്ടെങ്കിൽ ഓക്കെ. ഇഷ്ടപ്പെട്ട നടൻ ജഗതി ശ്രീകുമാറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഹാസ്യമായിട്ട് ബന്ധപ്പെട്ട് ആ ഇഷ്ടം. മമ്മൂട്ടി മോഹൻലാലുമാരും ഒക്കെ ഇഷ്ടമാണ്. ആ അഭിനയത്തിൽ വെറൈറ്റിയിൽ ജഗതിയായിരുന്നു എനിക്ക് ഇഷ്ടം. ഏറ്റവും ഇഷ്ടം ജഗതി ശ്രീകുമാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അറേഞ്ച് ആ ആ അതുകൊണ്ടാണോ ആ ഹ്യൂമർ കൃത്യമായിട്ട് പ്രസംഗങ്ങൾ? ചിലൊക്കെ പറയുക അതൊന്നും നമുക്കൊന്നും ബാധിച്ചിട്ടില്ല. അത് നമുക്ക് ഈ പിതാക്കന്മാരിൽ നിന്നൊക്കെ കിട്ടിയ അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അത് വിജയിക്കത്തില്ല. ആരും മോഡൽ പറ്റത്തില്ല. ആഹാ. പിന്നെ ചില പറയുമ്പോൾ അയ്യോ ജഗതിയച്ഛനാന്നൊക്കെ പറയും. ആ ആ നമ്മളെ ആൾക്കാരുടെ ഇവാലുവേഷൻ ഉണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ നമ്മുടേതായ ഒരു തനിമ. ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? നിവിൻ പോളിയോട് ഇഷ്ടമുണ്ട്. ആഹാ. കുഞ്ചാക്കോ ബോബനോട് ആ ഇഷ്ടമുണ്ട്. അങ്ങനെയൊക്കെയുള്ള അത് ചില ബന്ധമോ ചില ഫോൺ കോളോ അടുപ്പമൊക്കെ വഴിയായിട്ടുള്ള ആ അടുപ്പമുണ്ട്. ആ സിനിമകൾ നിരന്തരമായിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് സിനിമ കാണുന്ന ഒരാളാണ്. ഇടയ്ക്ക് കഥയും ഫലിതവും കൂടി ഒരുമിച്ചിറങ്ങി കാണും. ആ അങ്ങനത്തെ പടങ്ങളാണ് ഇഷ്ടം. ഹ്യൂമർ കലർന്ന സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ ശരിക്കുള്ള ചിരി. പക്ഷേ പല ചിരി ചുമ്മാ തറച്ചിരിയുള്ളൂ. ചുമ്മാ എന്നൊക്കെ പറഞ്ഞ് ദ്വയാർത്ഥത്തിലുള്ള അതല്ല, നല്ല ഹാസ്യം ഇന്നസെന്റും ഒക്കെ എടുത്തിരുന്ന മോഡലുണ്ട്. രാജകന്യയിൽ അച്ഛൻ്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഞാൻ ഒരു അച്ഛനായിട്ട് തന്നെ ഇതേ മോഡൽ ഈ വേഷത്തിൽ ഒരു വികാരി അച്ഛനായിട്ട് ചെറിയൊരു അവസാനം. അച്ഛൻ്റെ കഥാപാത്രത്തിന്റെ പേരും ജോസഫ് ജോസഫ് പുത്തമ്പരിക്ക കപ്പിച്ചു. ഇതുപോലെ ഞാനിങ്ങനെ എടുക്കുകയുള്ളൂ. ഒരു വെള്ളയിൽപ്പെട്ട അച്ഛനാണ് ഞാൻ ആകുകയല്ല. അപ്പം അത് അഭിനയമാവും. ഓക്കെ. റിയൽ ലൈഫ് ചേർത്ത് വെക്കുന്ന ഇതിന് മുൻപ് ഓഫറുകൾ വന്നിട്ടുണ്ടോ? എത്ര എടുക്കുകയല്ലോ. ഒരുപാട് മുമ്പ് കേട്ടിരുന്നു. അതായത് ഇപ്പോൾ ഒരു സിനിമയിലേക്ക് അഭിനയിക്കണം ആദ്യം കഥ ഫുള്ള് കേട്ടിട്ടേ അഭിനയിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അത് എന്തുകൊണ്ടായിരിക്കാം? കാരണം മോശമായ വല്ലതുമാണ് ആദ്യ ഭാവമെങ്കിൽ അറിയത്തില്ലല്ലോ. അതിൻ്റെ അവസാനം നമ്മളും കൂടെ അതിനെ സപ്പോർട്ട് ചെയ്തല്ലായല്ലേ. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അറിയാം, അതുകൊണ്ട് ചെയ്യാറില്ല. ശരിയല്ല. ഈ സിനിമ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇഷ്ടമാണ്. കാരണം കേട്ടെടുത്തോളം എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. കുറേ ഷോട്ടുകൾ കണ്ടതും എനിക്ക് ഇഷ്ടമായി. പുതിയ തലമുറയിലുള്ള പുതിയ ആർട്ടിസ്റ്റുകളുടെ പാട്ടുകൾ വെച്ച് കേൾക്കാറുണ്ടോ? നമ്മളാ കേൾക്കുന്നത് ഈ സ്റ്റാർ സിംഗറും അതിനകത്തുള്ള പാട്ട്, വേടന്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ള പാട്ടുകളാണ്. അത് വേറൊരു സംസ്കാരത്തിന്റെ രീതിയിലുള്ളത്. അതൊരു സംഗീതം എന്ന് പറയാൻ പറ്റിയല്ലോ. വരികളൊക്കെ ഭയങ്കര സ്ട്രൈക്കിംഗ് അല്ല. അതിനകത്ത് സംഗീതം ഇല്ലല്ലോ. നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയങ്ങൾ അത് മുഴുവനെ. മറ്റേ ഒരു കർണാടകീനൊക്കെ ഉള്ള ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അതല്ലല്ലോ. വേറൊരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ശ്രദ്ധിക്കാനായിരുന്നു. വിവാദമായപ്പോഴാണ് അത് കേൾക്കാത്തത്. എനിക്ക് എന്ത് ഈ പുത്തനായിട്ട് വരുന്നൊക്കെ ഇഷ്ടമാണ്. ഈ നെഗറ്റീവ് ആക്കാതെ കൊണ്ടുപോകുന്ന എല്ലാ പരിപാടിയും ഇഷ്ടം. അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അച്ഛൻ മുമ്പ് പറയണ്ടേ, അതായത് പഴയകാല സിനിമകളല്ല ഇപ്പം കാലത്തിറങ്ങുന്നത്. അത് അതിനോട് സ്ട്രോങ്ലി ബിലീവ് ചെയ്യാനുള്ള കാരണം? കാരണം നമ്മൾ ഒരു പടം കാണിച്ചു കഴിഞ്ഞാൽ ചുമ്മാ പൈസ പോയാലും എന്നിട്ട് ഇറങ്ങിപ്പോരുന്നേ എൻ്റെ കാഴ്ചപ്പാട്. ചില പടം കാണുന്നത് പെട്ടുപോയല്ലോ, ഇന്റർവെൽ ഇറങ്ങിപ്പോയാൽ മതി എന്നുണ്ട്. കാരണം വെറും ബോറ്. ഏതാണ്ടൊക്കെ കുറെ ഗോഷ്ടി, ഒരു കഥാതന്തും ഇല്ല, ഒരു നല്ല അഭിനയം ഇല്ല, ഒന്നും ചിരിക്കാനും ഇല്ല. പിന്നെ എന്തിനാ കാശ് മുടക്കാൻ? നമ്മൾ പൈസ കളയുമ്പോൾ എന്തെങ്കിലും ഒന്നും വേണ്ടേ? അപ്പം നമുക്ക് തോന്നും പണ്ടൊക്കെയാണ് എന്തോ ഒന്നെങ്കിൽ കരഞ്ഞു പോരും, അല്ലെങ്കിൽ ചിരിച്ചു പോരും, അല്ലെ നല്ല ഭർത്താവാകണം. ആ ചിന്ത കിട്ടുവേ. നമുക്ക് ചിന്തയും കിട്ടുന്നില്ല, എന്നൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കിട്ടുന്നില്ല. അങ്ങനെ ഒരു പടം വന്നാൽ ഏത് പടമാണെങ്കിലും ഇപ്പോഴും ഇഷ്ടമാണ്. അതില്ലാത്തതുകൊണ്ടുള്ള കഥയിലെ ആ തമാശകളും കാര്യങ്ങളും എല്ലാം നോക്കിയാണ് സിനിമ എങ്ങനെ കാണുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു പക്ഷേ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരാളുടെ കഥ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു പരുക്കൻ കഥാപാത്രത്തെ വെച്ചാണ് നമ്മൾ സിനിമ എടുക്കുന്നതെങ്കിൽ, അദ്ദേഹത്തിൽ നമുക്ക് ചിലപ്പം സിനിമയിൽ ഹ്യൂമർ കൊണ്ടുവരാനില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹം ഇതേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഥയുണ്ടല്ലോ, തമാശയൊന്നും വേണ്ട, നല്ല കഥയുണ്ട്. ഇപ്പൊ നിവിൻ പോളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം അച്ഛൻ്റെ ഏതാ? എസ് ആയിട്ട് അഭിനയിക്കുന്ന പടം ആക്ഷൻ ഹീറോ. അമ്മയ്ക്ക് ക്യാൻസറായിട്ട് കൂടെ വന്നിരിക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നേ, അത് അങ്ങനത്തെ ഇഷ്ടമായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് എല്ലാ പടങ്ങളും മിക്കവാറും പ്ലെയിനെ പോകുമ്പോൾ ഇത് തന്നെയല്ലേ പരിപാടി. സ്ക്രീനെ കാണാൻ തിയേറ്റർ പ്ലെയിൻ യാത്രയല്ല, ഒട്ടുമിക്ക പടങ്ങളും കാണും. അമേരിക്കയൊക്കെ പോകുമ്പോൾ 2-3 പടമൊക്കെ ഇരുന്നാൽ കാണും. മലയാള സിനിമയിൽ ഇപ്പോൾ തിരക്കഥാകൃത്തുക്കൾക്ക് ഭയങ്കര ഒരു ഇതുണ്ട്, കഥയില്ല, ഭയങ്കര പാടാണ് തിരക്കഥാകൃത്ത്. അച്ഛനെ പോലെ ഇത്ര മൂല്യങ്ങളൊക്കെ മനസ്സിൽ ഉള്ള ഒരാൾ തിരക്കഥ എഴുത്തിലേക്ക് വരണം എന്നാണ് എൻ്റെയൊക്കെ ആഗ്രഹം. പക്ഷെ അത് നമുക്ക് പ്രതീക്ഷിക്കാവും. അല്ല, നമുക്ക് എഴുത്തില്ല അത്ര വിജയിക്കുകയല്ല. ചോദിച്ചാൽ കഥ പറയാൻ പറ്റും, കഥ പറയാൻ പറഞ്ഞു കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരു പടമായിരുന്നല്ലോ ഇത്, മുന്തിരിവള്ളികൾ. ഒരു ജ്ഞാനപ്രസംഗം എൻ്റെ രീതി പറഞ്ഞു കൊടുത്തതാ. അത് സിന്ധിരാജ് മനോഹരമായിട്ട് തിരക്കഥയാക്കി കുറേയേറെ സമയം 1.5 മണിക്കൂർ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ മുമ്പോട്ട് നമുക്ക് സിനിമകൾ പ്രതീക്ഷിക്കാവും. അതിൽ വന്നു തീർച്ചയായിട്ടും അറിയാവുന്ന ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും. അച്ഛൻ്റെ സിനിമകളിലെല്ലാം നമുക്ക് ഇത് തന്നെയായിരിക്കും, അതായത് ഈ വാല്യൂസും അല്ലേ. പിന്നെ നമ്മളെ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നതേ?
നമ്മളിപ്പം ഒരു ചുമ്മാ കുറച്ച് തമാശയാണെങ്കിൽ പിന്നെ അച്ഛനായിട്ട് കാര്യമില്ലായിരുന്നല്ലോ. നമ്മൾ അച്ഛനായിട്ട് ചെയ്യുമ്പം അത് അതിൻ്റേതായിട്ടുള്ളൂ. അത് അച്ഛനെന്ന നിലയിൽ സമൂഹത്തിലേക്ക് കുറച്ച് വാല്യൂസ് വക്കീലാണേലും വാല്യൂ കൊടുക്കുന്ന വക്കീലായിട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് എന്തായാലും ഇത്രയും വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട് അച്ഛാ. നമുക്ക് മുമ്പോട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഡ്യൂ ടു ടൈം കൺസ്ട്രെയിൻസ് നമുക്ക് ഇവിടെ താങ്ക് യു കേട്ടോ. ഓക്കെ താങ്ക് യു. നന്നായിട്ട് പോട്ടെ. ഓക്കെ.